ഹൗസിലെ ലാലേട്ടൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഓണത്തിനെ പറ്റിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത്, നമ്മുടെ ഇവിടെ ഒരു പാവയുണ്ടല്ലോ, പാവപ്പെട്ട ഒരാളുണ്ടല്ലോ, അതാരാണ്? അപ്പോൾ എല്ലാവർക്കും കത്തിയിട്ടുണ്ട്, നമ്മുടെ അനുമോളുടെ പാവയെ തന്നെയാണ്, അനുമോളുടെ പ്ലാച്ചിക്കുട്ടൻ. അപ്പോൾ അനുമോളിരുന്ന് ചിരിക്കുന്നുണ്ട്. അനുമോളോട് പറയുന്നുണ്ട്, അവനെ ഒന്ന് എടുത്തിട്ട് വരൂ എന്ന് ലാലേട്ടൻ. അപ്പോൾ അനുമോൾ ഓടിപ്പോയിട്ട് പ്ലാച്ചിക്കുട്ടനെ തൻ്റെ ബെഡിൽ നിന്നും എടുത്തിട്ട് വരുന്നുണ്ട്. അനുമോൾ ശരിക്കും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാട്ടോ പ്ലാച്ചിക്കുട്ടനെ കാണുന്നത്. അപ്പോൾ പ്ലാച്ചിയെ എടുത്തിട്ട് ലാലേട്ടൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇവന് ഇങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതിൻ്റെ ഓൾറെഡി അങ്ങനെ ഒരു പേരായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് എന്ന്. ഇങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഹൗസിൽ ഇവനെ എല്ലാവർക്കും പേടിയാണല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യനോട് ചോദിക്കുന്നുണ്ട്, ആര്യന് കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ആര്യൻ ആദ്യം പ്ലാച്ചീനെ ഒന്ന് വാങ്ങിക്കാനായിട്ട് ഇച്ചിരി മടി കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതെന്താണെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഇതിനെ വെച്ചിട്ട് ഓരോ മന്ത്രമൊക്കെ അനു പറയും, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുണ്ട്, നമ്മളെയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ മന്ത്രം ജപിക്കും അനു, അപ്പോൾ അതുകൊണ്ട് ഇവനെ അങ്ങനെ ഒരു ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അക്ബറിനോടും ചോദിക്കുന്നുണ്ട്. അക്ബറും പറയുന്നുണ്ട്, ഈ പാവയെ വെച്ചിട്ടാണ് അനുമോൾ നമ്മളോടൊക്കെ ഇങ്ങനെ ഒരു മന്ത്രമൊക്കെ ജപിച്ചിരിക്കുന്നത്. അങ്ങനെ ഹാരിനും അക്ബറും പാവേനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ അപ്പാനിയോട് ചോദിക്കുന്നുണ്ട്, അപ്പാനി പാവേനെ ഇഷ്ടമാണോ? അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, പാവയോട് ഇപ്പോൾ വിരോധമൊന്നുമില്ല ലാലേട്ട, പാവേനെ ഇപ്പോൾ ഇഷ്ടമാണ്. ആദ്യമൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു, എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയുന്നുണ്ട് അപ്പാനി. അക്ബറും അതിനോട് യോജിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും പാവയെ കയ്യിലെടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അനുമോൾക്ക് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പാനിയോട്. അങ്ങനെ അപ്പാനി പാവയെ അനുമോൾക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ പാവയുടെ പ്രശ്നത്തിൽ വലിയൊരു പ്രശ്നം തന്നെ നമ്മുടെ ഹൗസിലുണ്ടായിരുന്നു. പാവയൊക്കെ കെട്ടിത്തൂക്കിയിട്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം ലാലേട്ടൻ അനീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു, എനിക്ക് പാവയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, പാവയെ അങ്ങനെ ഞാൻ മൈൻഡേ ആക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല ലാലേട്ട. പിന്നെ പാവയെ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടിരുന്നു, അപ്പോൾ ഞാനാണ് അയച്ച് അനുമോൾക്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട്.